ആളൂട്ടിയിലെ തന്നെ മറ്റൊരു ഗാനമുണ്ട്. അതും ഇതുപോലെ തന്നെ ആശയം കൊണ്ടൊരു വേറിട്ട തലത്തിൽ നിൽക്കുന്ന ഒരു ഗാനമാണ്. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ എന്ന് തുടങ്ങുന്ന ഗാനം. അതിന്റെ പ്രത്യേകത വെച്ചാല് നേരെ തിരിച്ചാണ് കവി ഇട്ടിരിക്കുന്നത്. സ്വർഗങ്ങൾ മണ്ണിനെ സ്വപ്നം കാണുക. അപ്പൊ സാധാരണ മണ്ണ് വീണ്ടിനെയാണ് സ്വർഗത്തിലേക്ക് പോകണമെന്ന് പറയില്ല നമ്മള് സാധാരണ പ്രയോഗം. ഇത് സ്വർഗം മണ്ണിനെ, സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരും നല്ലോ ഋതുഭാവങ്ങൾ. മണ്ണില് ഋതുഭാവങ്ങൾ. അത് ഈ മണ്ണിനെ സ്വർഗം സ്വപ്നം കാണണമെങ്കിൽ ഈ മണ്ണിന്റെ ഒരു മഹാത്മ്യം, അതാണ് അതിന്റെ അടി കിടക്കുന്ന ഒരു നമ്മുടെ ഈ മണ്ണിന്റെ മഹാത്മ്യം. സ്വർഗത്തെക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നവിളയും ഗ്രാമം വയലാർ സാർ പറഞ്ഞില്ലേ, അതിന്റെ വേറൊരു ഫോർമാറ്റ്. അതും ബ്യൂട്ടിഫുൾ ആണ്. ആ പാട്ട് നമുക്കൊന്ന്. യെസ് യെസ്. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരും നേതോ ഋതുഭാവങ്ങൾ. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരും നേതോ ഋതുഭാവങ്ങൾ. നിറമേഴിൻ തുമ്പത്ത് സ്വരമേളത്തിറയാട്ടം മാറിക്കാർമുഖം മാറിൽ ചാത്തിയിടും മാനം പൂമാനം. രചനാ ഭംഗി കൊണ്ടും അതിൻ്റെ പിക്ചറൈസേഷൻ കൊണ്ടും അതിൻ്റെ സംഗീതം കൊണ്ടും, ഓഫ് കോഴ്സ് ആലാപനം ഞാൻ എടുത്ത് പറയുന്നില്ല, ഞാനും സുജാതയാണ് പാടിയിരിക്കുന്നത്. വളരെ 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 പോപ്പുലറാണ്. ജയറാമിൻ്റെ ഒരു പക്ഷേ ആദ്യകാലത്തുള്ള പാട്ടിലായിരിക്കും. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ. നിറമേഴി തുമ്പത്ത് സ്വരമേളത്തിറയാട്ടം മാറിക്കാർമുഖം മാറിൽ ചാർത്തിയിടും മാനം പൂമാനം. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ. നിറമേലിൻ തുമ്പത്ത് സ്വരമേളത്തിരയാട്ടം മാറിക്കാർമുഖം മാറിൽ ചാർത്തിയിടും മാനം പൂമാനം. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ. നിറമേഴും തുമ്പത്ത് സ്വരമേളത്തിരയാട്ടം മാറിക്കാർമുഖം മാറിൽ ചാർത്തിയിടും മാനം പൂമാനം. ദൂരം ദൂതിന് പോയി കാനനമൈനെ കൂട്ടിനു നീയോ. ദൂരം ദൂതിന് പോയി കാനനമൈനെ കൂട്ടിനു നീയോ. മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ. നിറമേഴും തുമ്പത്ത് സ്വരമേളത്തിരയാട്ടം മാറിക്കാർമുഖം മാറിൽ ചാർത്തിയിടും മാനം പൂമാനം.
മാനസമിന്നനുരാഗത്തിൻ പൂന്തളിരായി. സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ. നിറമീടിൻ തുമ്പത്ത് സ്വരമേളത്തിരയാട്ടം. മാറിക്കാർമുഖം മാറിൽ ചാർത്തിയിടും മാനം പൂമാനം. മാനം പൂമാനം. മാനം പൂമാനം. മാസ്റ്റർക്ക് ഒരു ഗാനം ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ലഭിക്കുമ്പോൾ അവിടെ ഒരു ഈണമാണോ ആദ്യമായിട്ട് മനസ്സിൽ വരിക, അതോ ഒരു രാഗത്തിൽ ഒരു രാഗത്തിന്റെ ഫ്രെയിംവർക്കിലായിരിക്കും ഒരു ട്യൂൺ ആദ്യമായിട്ട് വരിക? രണ്ട് നിലയ്ക്കും വരാം. സാധാരണ ഒരു ബ്ലാങ്കനസ് ട്യൂണായിട്ട് പിടിക്കുന്നത് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് ഒരു കവിതയില്ലല്ലോ. ചിലപ്പോൾ അതൊരു രാഗത്തിൽ വന്നേക്കാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടും വന്നേക്കാം. സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ കഥയും കഥാപാത്രങ്ങളും നടക്കുന്ന സന്ദർഭങ്ങളും അനുസരിച്ചിരിക്കും. ഇതൊന്നും ഒരു രാഗം ബേസ് ചെയ്തല്ല. ഇതിപ്പോ കേട്ടത് ശരിക്കും പറഞ്ഞ ഒരു ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ജസ്റ്റ് ഫോർത്ത് സസ്പെൻഡ് ഫോർത്ത് കോഡാണ്. സാനി പനി സാം സമപസ എന്നുള്ളൊരു കോഡാണ് ഫസ്റ്റ് ലൈൻ. ഒരു രാഗമൊന്നും പറയാൻ പറ്റില്ല. ഭരതൻ സാറിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള രാഗങ്ങളിൽ ഒന്നാണ് ഹിന്ദോളം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ ഹിന്ദോളം പിടിച്ചേ മുടി ശരിക്കും പറഞ്ഞ വേൾഡിലെ ആദ്യത്തെ റാപ്പ് പാട്ട് ഉണ്ടാക്കി പാടിയത് ആരാന്നറിയോ? അന്തിക്കടപ്പുറത്തൊരോലക്കുട എടുത്ത് നാലും കുട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? Jai Hind TV, for the family, for the nation.